ഹലോ, അപ്പോൾ ദേ നമ്മളിന്ന് വന്നിട്ടുള്ളത് ലുലു മാളിൻ്റെ PVRലാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ആനിമൽ മൂവി കാണാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ദേ നമ്മൾ ഫസ്റ്റ് ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിലേക്ക് കയറുള്ളല്ലോ. ദേ അപ്പം നമ്മൾ അങ്ങനെ തിയേറ്ററിനുള്ളിൽ കയറി നമ്മൾ ഫസ്റ്റ് സീറ്റൊക്കെ കണ്ടുപിടിച്ചു. സീറ്റിൽ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ടൊക്കെ വന്ന് നമ്മുടെ തിയേറ്റർ ഫില്ലാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ PVRൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് കാണുമല്ലോ. നമ്മൾ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് കാണും. അപ്പം പുതിയ റിലീസാകുമ്പോൾ കുറേ മൂവിയുടെ അഡ്വർടൈസ്മെൻറ്റ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് നേരമായിട്ട് ഈ ഫോൺ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ആ ഒരു ഫിലിമിൻ്റെ പേരൊക്കെ എഴുതി കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഫോട്ടോ എടുക്കാമല്ലോ എന്നൊക്കെ എഴുതി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അപ്പോഴത്തേക്കിനും നമുക്ക് വന്നത് അടുത്ത റിലീസിനുള്ള ഫൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഋത്തിക് റോഷൻ്റെ ദീപിക പദുക്കോണിൻ്റെ ഒരു മൂവി, അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് സൂപ്പറായിരിക്കും, ഈ ഒരു ഇതൊക്കെ പരസ്യമൊക്കെ കണ്ടിട്ട് അത്യാവശ്യം എല്ലാവർക്കും ഈ ഒരു ട്രെയിലറൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൂവിയൊക്കെ കണ്ട് അവിടുന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഫുഡ് കോർട്ടിലേക്കാണ്. അപ്പോൾ ഫുഡ് കോർട്ടിൽ ചെന്ന് എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കണം. ഇത്ര നേരം നമ്മൾ സിനിമയൊക്കെ കണ്ടിരുന്നതല്ലേ, അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഡൊമിനോസ് അവിടെ കണ്ടത്. അങ്ങനെ നമ്മൾ ഡൊമിനോസിൽ നിന്നൊരു പിസ്സയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന പോലത്തെ പിസ്സയല്ല, അപ്പോൾ ഇത് പറാത്ത പിസ്സ അങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് നമ്മുടെ ചിക്കൻ കീമയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറാത്ത പിസ്സ എന്താ, നമുക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിത് ട്രൈ ചെയ്യുന്നത്, എങ്ങനെയാണ് സംഭവം എന്നറിയില്ല. അപ്പോൾ അതേ നമുക്ക് അതിനോട് കിട്ടിയ സോസൊക്കെ ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു പീസ് ഞാൻ എടുത്തു. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാമെന്ന് എഴുതി, എങ്ങനെ ആ സംഭവം എന്നറിയില്ലല്ലോ. കഴിച്ചപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു മാവെന്ന് പറയുന്ന പിസ്സയുടെ ഒരു മാവെന്ന് പറയുന്നത് കുറച്ച് ക്രിസ്പിനെസ്സാണ്, കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് നമ്മുടെ ചീസ്, അതുപോലെ തന്നെ ചിക്കൻ കീമ ഇതൊക്കെയായിരുന്നു വരുന്നത് കേട്ടോ. അപ്പോൾ പിസ്സ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.